ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ഈമാനും തഖ്വയുമുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജറ വർഷം 1447 റമദാൻ 1 പൂർത്തിയാക്കി, രണ്ടാമത്തെ റമദാനിലെ ഒരു നോമ്പ് പൂർത്തിയാക്കി രണ്ടാമത്തെ നോമ്പ് അനുഷ്ഠിച്ചവരായി അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച നോമ്പും ദുആ ചെയ്ത ദുആകളും ദിക്റുകളും ഖുർആൻ പാരായണവും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ മറ്റെല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനി ബാക്കിയുള്ള ദിനങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവുമായി ഉള്ള നമ്മുടെ ബന്ധം എത്രമാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാണോ? നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും നമ്മുടെ ഇടപാടുകളും നമ്മുടെ സ്വകാര്യ ജീവിതവും പരസ്യ ജീവിതവുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലാണോ എന്ന് പരിശോധിക്കാൻ ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ രാവും പകലും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന നമുക്കൊക്കെയും കേട്ട് പരിചയമുള്ള സൂറത്ത് അൽ-ബഖറയിലെ 155 ആയത്തിൽ റമളാനിനെ കുറിച്ചും റമളാനും ഖുർആനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം റമളാൻ എന്ന മാസത്തിൽ നോമ്പനുഷ്ഠിക്കണമെന്നും ആരൊക്കെയാണ് നോമ്പനുഷ്ഠിക്കേണ്ടതെന്നും ആർക്കൊക്കെയാണ് ഇളവുകളുള്ളതും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം റമളാനിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ പറഞ്ഞ് 186 ആയത്തിൽ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞ വിഷയമാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂട്ടി കൂടുതൽ അടുപ്പിക്കണം എന്ന കാര്യം. ഫൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തവനാണ്. അള്ളാഹു നമ്മളുമായി ഏറെ അടുത്തവനാണെന്ന് പറയുക. നമുക്കങ്ങോട്ട് ബന്ധമുണ്ടോ അടുപ്പമുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. അള്ളാഹ് പറയാണ്, എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്ന് പറയണം. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅനി, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും, ചോദിച്ചത് ഞാൻ നൽകും. അതുകൊണ്ട് ഫല്യസ്തജീബൂ ലീ, എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കട്ടെ. വൽയുഅ്മിനൂ ബി, എന്നിൽ അവർ അചഞ്ചലമായി വിശ്വസിക്കട്ടെ. എന്നിലൊരു അവിശ്വാസം അവർക്കുണ്ടാവരുത്. ഞാൻ പറയുന്ന കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ടാകട്ടെ. എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണ്, നേർവഴി പ്രാപിക്കാൻ നേരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞു തന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുക. നമ്മൾ ചിലപക്ഷേ ദുനിയാവിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധം ഒരു പക്ഷെ നമ്മൾ അടുപ്പിക്കാൻ ശ്രമിച്ചാൽ പലരും നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. പരാതി പറയുന്നവരാ, ഞാൻ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് അടുക്കുന്നില്ല, അവരകലം പാലിക്കുക എന്നാ പറയാ. ദുനിയാവിലെ ഒരാളുമായി നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ, ദുനിയാവിലെ ഒരാളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ അടുത്തടുത്ത് ചെല്ലുമ്പോൾ അകന്നകന്നകന്നു പോകുന്നത് കാണാം. അപ്പൊ നമ്മൾ വിചാരിക്കും, പടച്ചോനെ എനിക്കൊന്നും സഹായമൊന്നും ആവശ്യമില്ല, ഒന്ന് ബന്ധം ഉണ്ടായാൽ മതി. ചിലപ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്നെ ആ മനുഷ്യനൊന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ, ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. പതുക്കെ പതുക്കെ സംശയത്തോടെയായിരിക്കും ആ വ്യക്തിയുമായിട്ട് അടുക്കുക. എന്നാൽ അള്ളാഹ് പറയാണ്, അങ്ങനെ
ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, സമീപസ്ഥമാണ്. പലപ്പോഴും അള്ളാഹിന്റെ സഹായം കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ട ബേജാറായ സമയത്ത് അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾക്ക് സന്തോഷവാർത്ത അറിയിച്ച ഘട്ടമാണ്. പല പ്രതിസന്ധികളും വിഷമങ്ങളും നേരിട്ടപ്പോൾ അള്ളാഹിന്റെ സഹായത്തെക്കുറിച്ച് അവർക്ക് ആശങ്ക തോന്നിയപ്പോൾ, വേണ്ട, അള്ളാഹിന്റെ സഹായം നിങ്ങളുമായി അടുത്താണ്, ഖരീബാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നസ്റല്ലാഹി അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അതുകൊണ്ട് വദ്ഉഹു, നിങ്ങൾ ദുആ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. ഖൗഫൻ വ തമഅൻ, നരകത്തെക്കുറിച്ച് ഭയത്തോടെ, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ, അള്ളാഹിന്റെ റഹ്മത്തും ഖരീബാണ്. അപ്പൊ അള്ളാഹു ഖരീബാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നസ്ർ ഖരീബാണ്, അള്ളാഹിന്റെ റഹ്മത്ത് ഖരീബാണ്. ഖരീബും മിനൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്ന നന്നായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത് വളരെ അടുത്താണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂഹു, ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ, പൊറുക്കലിനെ തേടുക. സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, ഇന്ന റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ്, ഖരീബുൻ, ഏറ്റവും അടുത്തവനാണ്. എന്താണ് ഖരീബ് എന്ന് പറഞ്ഞാൽ? മുജീബുൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇതാണ് സഹോദരങ്ങളെ, ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅനി എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഖരീബാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുആ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, തൗബ ചെയ്യുക. അള്ളാഹു അതെല്ലാം സ്വീകരിക്കും. അവൻ നിങ്ങളുമായി അത്രയും അടുത്തവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിലേക്ക് നമ്മൾ ഏറ്റു പറയുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹിനോട് പറയുക, അല്ലാഹുമ്മ അൻത റബ്ബി, നീ എന്റെ റബ്ബാണ്. പടച്ചവനെ, ഞാൻ നിന്റെ അടിമയാണ്. എന്റെ അനുഗ്രഹങ്ങളൊക്കെ ഞാനിതാ നിന്റെ മുന്നിൽ ഏറ്റു പറയാണ് റബ്ബേ. എന്റെ തെറ്റുകൾ ഞാനിതാ സമ്മതിക്കുകയാണ് റബ്ബേ. അബൂലക ബിനിഅമതിക അലയ്യ അബൂ ബിദംബി ഫഗ്ഫിർലി, പുറത്തുകൊണ്ട പടച്ചവനെ, നീയല്ലാതെ മറ്റാരാണ് എനിക്ക് പുറത്തു തരാനുള്ളത് എന്ന് കണ്ണ് നിറച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയാ. സുമ്മ തൂബു ഇലൈഹി, ചില തിന്മകൾക്ക്, ചില തെറ്റുകൾക്ക് തൗബ വേണ്ടി വരും. ഒരിക്കലും ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ എന്ന് ഏറ്റുപറഞ്ഞ് റബ്ബിനോട് ആ തെറ്റേറ്റു പറഞ്ഞ് തൗബ ചെയ്യുക. ഇന്ന റബ്ബി ഖരീബും മുജീബ്, എന്റെ റബ്ബ് ഖരീബാണ്, മുജീബാണ്, ഏറ്റവും അടുത്തവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ വലൽതു, ഇനിയും ഞാൻ വഴിതെറ്റിയാണ് ജീവിക്കുന്നതെങ്കിൽ, ഇനിയും എനിക്ക് തോന്നിയ പോലെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, ഞാൻ വഴികേടിലായി ജീവിക്കുകയാണെങ്കിൽ, ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ ആ വഴിതെറ്റിയതിന്റെ ദോഷം എനിക്ക് മാത്രമാണ്. ഞാൻ ഇനിയും വഴിതെറ്റി ജീവിക്കുകയാണെങ്കിൽ ആ തെറ്റിയതിന്റെ ദോഷം എനിക്ക് മാത്രമാണ്. വഇനിഹ്തദൈതു ബിമാ ഫീമാ യൂഹി ഇലയ്യ റബ്ബി, ഞാൻ നേരെ ചൊവ്വേ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് നൽകിയ വഹ്യ്, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരെ ചൊവ്വേ ജീവിക്കുന്നത്. ഇന്നഹു സമീഉൻ ഖരീബ്, സുബ്ഹാനല്ലാഹ്, ഇന്നഹു സമീഉൻ ഖരീബ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും ഖരീബ്, സമീപസ്ഥനുമാണ്. പ്രാർത്ഥന കേൾക്കുന്നവൻ സമീഅ, നമ്മുടെ മനസ്സ് കേൾക്കുന്നവൻ, നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്നവൻ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും അറിയുന്നവൻ, അവൻ സമീഅാണ്, കേൾക്കുന്നവനാണ്, ഖരീബാണ്, നമ്മളുമായി ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിന്റെ ദിനരാത്രങ്ങളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുക. കഴിഞ്ഞ കാലം വന്നുപോയതെല്ലാം റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുക, ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യാം. സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മൾ ചെയ്ത പലതും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, ആരും അറിയില്ല. പലതും നമ്മുടെ രാവും പകലും ഒരു പക്ഷെ ആരും അറിയണമെന്നില്ല. എന്നാൽ എല്ലാം അറിയുന്ന ഒരുവനുണ്ട്, എല്ലാം അറിഞ്ഞ റബ്ബുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു പറയാ, നാമാണ് നിന്നെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, നിന്റെ മനസ്സുകൾ മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്, നിന്റെ മനസ്സിന്റെ വികാരങ്ങൾ നാം അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിന്റെ ജീവനാഡിയേക്കാൾ ഏറ്റവും അടുത്തവനാണ് ഞാൻ. നഹ്നു അഖ്റബ്, ഏറ്റവും അടുത്തവനാണ്.
ജീവനാഡിയേക്കാൾ അടുത്തവനാണ്. അതുകൊണ്ട് ആ റബ്ബ് അറിയാതെ സഹോദരങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കുക, കൂടുതൽ അടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക റമദാനിൽ. അതാ വേണ്ടത്. അല്ലാഹ് പറയാണ് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം, എന്നാൽ ജീവൻ തൊണ്ടക്കുഴിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത്? വല്ലാത്തൊരു ചോദ്യമാണ്. വലൗലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം, ജീവൻ തൊണ്ടക്കുഴിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ആ ജീവനെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്തത്? ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടാണോ? ഇനിയും ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? സ്വപ്നങ്ങൾ മുഴുവനും പൂർത്തിയാക്കിയിട്ട് ഭരിക്കുക അതുകൊണ്ടാണോ? അല്ല, നിന്റെ കഴിവുകേടാണ്. അല്ലാഹ് പറയാ, റൂഹ് തൊണ്ടക്കുഴിയിൽ, ജീവൻ അവിടെ എത്തുമ്പോൾ എന്താണ് നിനക്കത് പിടിച്ചു വെക്കാനാകാത്തത്? എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ മരിക്കുന്നത് നമ്മളെ പൊന്നോമന മകനായിരിക്കാം, നമ്മളെ മകളായിരിക്കാം, സ്വന്തം വാപ്പയും ഉമ്മയുമാകാം. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചാ മരിക്കുന്നത്. അല്ലാഹ് ചോദിക്കുകയാണ്, ഈ മരിക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് അത് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആ നേരത്തെ നോക്കിക്കൊണ്ടിരിക്കല്ലേ? കൈകാലുകൾ കോച്ച് വലിച്ച് കണ്ണുകൾ മറഞ്ഞ് നിന്റെ മുന്നിൽ മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സ്വന്തം മക്കളെ കാണുമ്പോ, മാതാപിതാക്കളെ കാണുമ്പോ നോക്കി നിൽക്കാനല്ലാതെ നിനക്കെന്തിനു പറ്റും? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, അല്ലാഹുവിന്റെ ചോദ്യമാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാക്ക് വനഹനു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നാമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാൾ അടുത്തവൻ. നാമാണ്. അല്ലാഹ് പറയാ, ഈ നോക്കി നിൽക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, മരണപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയേക്കാൾ നിങ്ങളെക്കാൾ അടുത്തവൻ ഞാനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നിങ്ങളത് അറിയുന്നില്ല, കണ്ടറിയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അല്ലാഹ് പറയാ ഫഇമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ഈ മരിച്ച വ്യക്തിയുണ്ടല്ലോ അല്ലാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ച് ആ സാമീപ്യം ലഭിച്ചവനാണെങ്കിൽ, അങ്ങനെ ലഭിച്ചവനായിട്ട് മരിക്കുകയാണെങ്കിൽ ഫറൗഹുൻ, വല്ലാത്തൊരു ആശ്വാസമുള്ള മരണമാണത്. ഈ ആശ്വാസമുള്ള മരണമാണ് സഹോദരങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നെഞ്ഞ് തടവിത്തരാനും, കൈകാലുകൾ തടവിത്തരാനും, ചുണ്ടിൽ വെള്ളം നനച്ചു തരാനും നമ്മളെ ചുറ്റും നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകും നമ്മളെ മരണസമയത്ത്. അല്ലാഹ് പറയാ, എങ്കിൽ നിങ്ങളെക്കാൾ അവന്റെ സമീപത്തുള്ളത് ഞാനാണ്. അല്ലാഹ് പറയാ വനഹ്നു അഖ്റബ്, നാമാണ് നിങ്ങളെക്കാൾ ഏറ്റവും അടുത്തവൻ. അതുകൊണ്ട് അല്ലാഹു പറയാണ്, അവനിലേക്ക് സാമീപ്യം തേടി റമദാനിന്റെ ദിനരാത്രങ്ങളെ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണെങ്കിൽ ഫറൗഹുൻ, അവൻ വല്ലാത്തൊരു ആശ്വാസത്തിലാണ്. വറൈഹാനുൻ, വിശിഷ്ടമായ സൽക്കാരത്തിലേക്ക്, ഉപജീവനത്തിലേക്കാണ് അവൻ പോകുന്നത്. ഇവിടെ തീർന്നു എന്ന് വിചാരിക്കണ്ട. ഇവിടെയുള്ള സൗകര്യങ്ങളും ഭക്ഷണങ്ങളും വീടും റൂമും സൗകര്യങ്ങളും തീർന്നു എന്ന് വിചാരിക്കണ്ട. ആശ്വാസമാണ് അവന്. അവൻ സുഖാനുഗ്രഹത്തിന്റെ വജന്നത്തു നഈം, സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്കാണ് അവൻ പോകുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അവസരം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഈ റമദാനിന്റെ രാത്രങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹിന്റെ സാമീപ്യം കിട്ടുന്നവരായി തീരാൻ പരിശ്രമിക്കുക. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈക ഹുമുൽ മുഖറബൂൻ. മുഖറബൂൻ ആരാണ്? അള്ളാഹിന്റെ സാമീപ്യം കിട്ടിയവരാരാണ്? നന്മകളിൽ മുന്നേറുന്നവർ, ഒരവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ മടി കാണിക്കാത്തവർ, അവരായിരിക്കും മുഖറബീങ്ങൾ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നോമ്പിനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞതായിട്ട് പറഞ്ഞു. എന്താണ്? നോമ്പുകാരനൊരു പ്രത്യേകത ഉണ്ട്. അത് വേറെ ഇബാദത്ത് പോലെയല്ല. അസ്സൗമു ലീ വഅനാ ജസിബി, എനിക്കാണ് അവന്റെ നോമ്പ്, ഞാനാണ് ഇതിന് പ്രതിഫലം കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു അടുപ്പത്തിന്റെ വാക്കല്ലേ? ബാക്കിയൊക്കെ അള്ളാഹ്ക്കല്ലാഞ്ഞിട്ടല്ലല്ലോ, ആണോ? വീണ്ടും റസൂൽ പറയാണ്, യദഉ ശഹ്വതഹു വതആമുഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവന്റെ ശഹ്വത്ത് അവൻ വേണ്ടാന്ന് വെച്ചത്. അവന്റെ മനോ ഇച്ഛകളെ, അവന്റെ ശരീരത്തിന്റെ സുഖങ്ങളെ, അവന്റെ കണ്ണിന്റെ ആഗ്രഹങ്ങൾ, മനസ്സിന്റെ ആഗ്രഹങ്ങളെ, അവന്റെ കണ്ണിന്റെ സുഖകരമായ കാഴ്ചകളെയൊക്കെയും വേണ്ടാന്ന് വെച്ചത്, ശഹ്വത്ത് വേണ്ടാന്ന് വെച്ചത് എനിക്ക് വേണ്ടിയാണ്. അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്. മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ്. വല്ലാത്തൊരു വാക്ക. എന്താണത്? അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനല്ലേ പറയാ, എനിക്ക് വേണ്ടിയാണ് അവൻ ഉറക്കൊഴിച്ചത്. ആരുമില്ലായിരുന്നു എനിക്ക്, എന്റെ കൂട്ടിരുന്നത്, എന്റെ കൂടെ വന്നത്.
ആരുമില്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ എന്റെ കൂടെ വന്നത്, എന്റെ കുടുംബത്തെ സഹായിച്ചത്. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, അല്ലെ? എന്താണ് അത് സൂചിപ്പിക്കുന്നത്? നമ്മളെ ബന്ധാണ്. അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, എനിക്ക് വേണ്ടിയാണ് അവൻ അന്നം ഒഴിവാക്കിയത്, എനിക്ക് വേണ്ടിയാണ് ശഹ്വത്ത് ഒഴിവാക്കിയത്. അതാണ് സഹോദരങ്ങളെ നോമ്പ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. രണ്ട് കാര്യമുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാർ ആരാധ്യ വസ്തുക്കളെ വെക്കും. മാന അബുദുഹും ഇല്ലാലി യുഖരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു ഇടയാളം വേണ്ട, ഡയറക്റ്റ് റബ്ബിനോട് പറഞ്ഞാൽ മതി. എന്തിനാ ഇടയാളൻ? ആ ഇടയാളനെ വെക്കുന്നത് ശിർക്കാണ്, അള്ള പൊറുക്കാത്ത പാപമാണ്. അള്ള പൊറുക്കാത്ത പാപമാണ്. അള്ളാഹിനെ തോൽപ്പിക്കാനുള്ള പരിശ്രമമാണത്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ആളെ വെക്കുക എന്നുള്ളത്. ഒന്ന്. രണ്ടാമത്തത് എന്താണെന്നറിയോ? നമുക്ക് തന്നെ പറയാൻ പറ്റിയ പല കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലയിലെ ഒരു പ്രൊഫഷണൽ പ്രാസംഗികൻ വലിയ സംഖ്യ കൊടുത്ത ആൾക്കാര് വലിയ സ്റ്റേജ് കെട്ടി ആയിരങ്ങളെ പങ്കെടുപ്പിക്കുന്ന തെക്കൻ ജില്ലയിലെ ചില പ്രൊഫഷണൽ പ്രാസംഗികന്മാരുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു പ്രാസംഗികനായ ബാക്കവി, അയാൾ പറയാണ്, നമ്മളൊക്കെ കണ്ടതാണ്, എന്നാണ് പറയുന്നത്, ഒരു വലിയ സദസ്സിൽ അയാള് പ്രസംഗം കഴിഞ്ഞവരെ പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പൈസ പറയാണ്. അപ്പോ ഒരാൾ പറഞ്ഞു, മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10,000 രൂപയാണ് വേണ്ടതെന്ന് പരസ്യമായി പറയാണ്. ഭരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിന് 10,000 രൂപയാണ് ആവശ്യം, 10,000 രൂപ തരണമെന്ന്. നമ്മൾ കണ്ടവരാണ് ആ രംഗം. എവിടെ എത്തി നമ്മളെ സമൂഹം എവിടെ എത്തി? ഇതാണ് രണ്ടാമത്തെ വിഷയം. നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, റബ്ബന ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് പുറത്തു കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ലേ? റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നൽകിയ നിഅമത്തിന്, അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രചോദനം കൊണ്ട് റബ്ബേ എന്നൊക്കെ നമ്മൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ചത് എന്തിട്ടുണ്ട്? ആ അറിവില്ലായ്മയാണ്. പാവപ്പെട്ട സാധാരണക്കാരന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന പണ്ഡിത പുരോഹിതന്മാരാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഈ വിഷയത്തിൽ രണ്ടാമത്തെ വെല്ലുവിളിയായിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹ് പറയാണ്, ബൽ ഇയ്യാഹു തദ്ഉഹു, അല്ല, നിങ്ങൾ അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. എന്താ കാരണം? ഫയക്ഷിഫു മാ തദ്ഉന ഇലൈഹി ഇൻഷാ, അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവൻ ദൂരീകരിച്ചു തരുന്നതാണ്. നോക്കൂ, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കൂ. അങ്ങനെയാണെങ്കിൽ ഫയക്ഷിഫു മാ തദ്ഉന ഇലൈഹി ഇൻഷാ, അല്ലാഹ് ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിന്റെ കാര്യത്തിലാണോ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചത്, ആ കാര്യം, ആ വിഷമം അവൻ ദൂരീകരിച്ചു തരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. നോമ്പുകാരന്റെ നോമ്പടക്കം ഫസാദാക്കുക. നമുക്കൊരു തിരിച്ചറിവ് ആവശ്യമാണ് സഹോദരങ്ങളെ. ഒറ്റയ്ക്കിരുന്ന്, ആരും വേണ്ട, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനോട് നമ്മൾ ഈ ചെയ്തത് ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് കൈ ഉയർത്തി കണ്ണ് നിറച്ചു പറഞ്ഞാൽ ഒരു 5 പൈസന്റെ നയാ പൈസന്റെ ആവശ്യമില്ല നമുക്ക്. റബ്ബത് സ്വീകരിക്കാതിരിക്കൂല, റബ്ബത് കേൾക്കാതിരിക്കൂല. നമ്മളെ കാര്യം, നമ്മളെ മക്കളെ കാര്യം, നമ്മളെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, രോഗികളായ മക്കൾ, ആർക്ക് വേണ്ടിയും നമ്മൾ റബ്ബിനോട് നേരിട്ട് സങ്കടം പറയാ. റബ്ബത് കേൾക്കാതിരിക്കൂല, എല്ലാം ബാത്തിലാക്കി കളയണം. ഒരു പണ്ഡിതനോട് നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ ഏറെയും കൊറോണക്കാലത്തടക്കം മൊബൈലിന്റെ മുന്നിലിരുന്ന് വെള്ളത്തിലേക്ക് ഊതാൻ വേണ്ടി പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച്, കൊറോണ കാലത്ത് അവിടെ പ്രാർത്ഥിച്ച് മുന്നിലിരുന്ന് മൊബൈലിൽ കണ്ടിട്ട് ഒരു വെള്ളം വെച്ച് മൊബൈലിലേക്ക് ഊതാൻ പറഞ്ഞ ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ്, നോമ്പിന്റെ പകലിൽ ഒരു വലിയായിട്ട് കാണുന്ന ഒരാള് വെള്ളം കുടിക്കാൻ കൊടുത്താൽ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയോന്നാ ചോദ്യം. ആലോചിക്കണം, ആരാണ് വലിയെന്നറിയോ നിങ്ങള്? അള്ളാഹ് പറഞ്ഞ വലിയ ആരാണ്? അല്ലദിന ആമനു വക്കാനു യത്തഖൂൻ, കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, അള്ളാഹിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുന്ന, കൃത്യമായി നമസ്കരിക്കുന്ന മുത്തഖീങ്ങളാണ് അള്ളാഹിന്റെ വലിയ. അല്ലാത്തവരൊന്നും അള്ളാഹിന്റെ വലിയല്ല. അത് കാരണം അതുള്ളവരാണ് അള്ളാഹിന്റെ വലിയ. നിസ്കരിക്കൂല, പക്ഷെ നിസ്കരിക്കണേ നമ്മൾ കാണൂല. അങ്ങനെ ഒരു വലിയില്ല. അങ്ങനത്തെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാരാ? ഏറ്റവും വലിയ വലിയ ആരാ? നമ്മൾ ആലോചിക്കണം. അള്ളാഹിന്റെ റസൂൽ, സ്വഹാബത്ത്, ഖുലഫാഉർ റാഷിദ്, അവരെക്കാൾ വലിയ, അവരെ നിസ്കരിച്ചത് ആരും കണ്ടില്ലേ? അവരെക്കാൾ വലിയ വലിയാക്കന്മാരില്ലല്ലോ. എന്നിട്ട് വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയോന്നാ. അപ്പൊ മറുപടി മുറിയൂലാന്നാ. അപ്പൊ തക്ബീറ മുറിയൂല. അപ്പൊ ഒരാൾ തിരിച്ചു ചോദിച്ചു, ഇനി മുറിയുന്ന ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അപ്പോ അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് മടക്കേണ്ടതുണ്ടോ എന്നാ ചോദ്യം.
അപ്പൊ അയാൾ പറഞ്ഞു, നോമ്പ് മുറിയില്ല, പിന്നെന്തിനാണ് മടക്കണ എന്ന് മാത്രമല്ല, മറ്റേന്നുള്ള നോമ്പിനേക്കാൾ ഉഷാറ് ഇയാളിപ്പോ ഈ വെള്ളം കുടിച്ച നോമ്പാണെന്നാ. നോമ്പ് മുറിഞ്ഞിട്ടില്ല, മറ്റുള്ള നോമ്പിനേക്കാളൊക്കെ ഉഷാറാതാന്നാ പറഞ്ഞത്. എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുമായിട്ട് അടുക്കാതിരുന്നാൽ, നമ്മളെ തെറ്റിക്കാൻ ആളുകളുണ്ട് സഹോദരങ്ങളെ. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ടവരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളറിയാതിരുന്നാൽ, അള്ളാഹുമായി നമ്മൾ അകന്നാൽ നമ്മളെ തെറ്റിക്കാൻ ആളുകളുണ്ട്. ആകാശത്ത് നിന്ന് വീണവനെ പോലെ കാറ്റുകൊണ്ടുപോകും, മേഘങ്ങളിൽ തട്ടിത്തെറിച്ചു പോകും, പല ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടും, ഒരു ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഈ സന്ദർഭങ്ങളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിനുവേണ്ടി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാര്, പൂർവികന്മാരുടെ നോമ്പ് പോലെയുള്ള നോമ്പാക്കി മാറ്റാൻ, നമ്മളെ നോമ്പുകൾ ആ രൂപത്തിലുള്ള നോമ്പാക്കി മാറ്റാൻ പരിശ്രമിക്കണം. ഇതിങ്ങനെ പെട്ടെന്ന് എങ്ങനെ കഴിഞ്ഞു പോകും, എങ്ങനെ തീരുമെന്ന മനസ്സല്ല വേണ്ടത്. മറിച്ച് സലഫുകളെ നോമ്പ് നമുക്കറിയാം. മഹാനായ ആമിർ ബിൻ ഖൈസ്, അദ്ദേഹം മരണസമയത്ത് അദ്ദേഹം പൊട്ടി കരയുമ്പോ അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾ നന്നായി ജീവിച്ചല്ലേ ഈ ഭൂമിയിൽ, എന്നിട്ട് എന്താണ് ഈ മരണസമയത്ത് കരയുന്നത്? അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, താബിയായ ഖതാദ റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഞാൻ കരയുന്നത് ഈ ദുനിയാവ് വിട്ട് വിരിഞ്ഞു പോകുന്നതിന്റെ വേദന കൊണ്ട് കരയല്ല, മറിച്ച് ഒരു ഫിറാക്കിലാണ് ഞാൻ കരയുന്നത്. എന്താണ് ആ ഫിറാക്ക്? അദ്ദേഹം പറയാണ്, ഇനി നട്ടുച്ച നേരത്ത് എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, രാത്രിയുടെ തണുപ്പിൽ, കൂരിരുട്ടിൽ, രാത്രി അന്ത്യയാമങ്ങളിൽ ആ തണുപ്പാസ്വദിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്താണ് സഹോദരങ്ങളെ, നട്ടുച്ച സമയത്ത് എനിക്ക് ദാഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞത്, ഇനി എനിക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് തഹജ്ജുദ് രാത്രി നമസ്കാരം നിർവഹിക്കാൻ കഴിയില്ലല്ലോ. പൊട്ടിക്കരഞ്ഞത് സലഫു സാലിഹികൾ, അവർ ചരിത്രം രേഖപ്പെടുത്തിയ ബക്കാഹദു സ്വാലിഹിന ഇൻദ മൗതിഹി. മരിക്കുമ എന്തിനാണ് കരയുന്നത്? ഇന്നമാ അബ്കി അലാ അൻ യസുമ സായിമൂന ലില്ലാഹ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നോമനുഷ്ഠിക്കുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി നോമനുഷ്ഠിക്കുമ്പോൾ വലസ്തു ഫീഹിം, ഞാൻ അവരെ കൂട്ടത്തിൽ ഉണ്ടാകില്ലല്ലോ. വയുസല്ലിൽ മുസല്ലൂന വലസ്തു ഫീഹിം, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ടാകും ഭൂമിയിൽ, ഞാൻ മരിച്ചു പോയാൽ അവരുടെ കൂട്ടത്തിൽ ഞാനില്ലല്ലയോ. വയദ്കുറു ദാകിറൂന വലസ്തു ഫീഹിം, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലുന്നവരുണ്ടാകും ഭൂമിയിൽ, ഞാൻ മരിച്ചു പോയാൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമായിരിക്കില്ലല്ലോ. ഫദാലിക്കല്ലദീ യബ്കാനി, അതാണ് എന്നെ കരയിപ്പിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ മുറിഞ്ഞു പോകും എന്നൊരു വേദനയോടെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് കണ്ണ് നിറക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ റമദാൻ ദിനരാത്രങ്ങൾ അതിന് നമുക്ക് പര്യാപ്തമാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ഒരു അവസരമാണ്, ഇനിയും സമയം വൈകിക്കൂടാ. സഹോദരങ്ങളെ, നമ്മൾ പറയും ഒരു 18 വയസ്സ്, അങ്ങനെ ഒരു 18 വയസ്സാകുമ്പോൾ നമ്മൾ പറയും ഇനി നമ്മുടെ സമയമാണ്. 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അതുവരെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ കൂടെ നിയന്ത്രണത്തിലായി, ഇനി നമ്മളെ സമയമാണ്. പക്ഷേ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് 30 വയസ്സായപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇനി ഏതായിരുന്നാലും നമ്മുടെ സമയമാണ്, അപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. 40ലും അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചു, സംഭവിച്ചില്ല. 50 വയസ്സായപ്പോൾ നമ്മൾ കരുതി കുട്ടികളൊക്കെ വലുതായി, അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഇനി നമ്മളെ സമയമാണെന്നാ. അപ്പോഴും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അവസാനം വലിയ രോഗം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ സമയം അടുത്തിരിക്കുന്നു എന്ന്. അത്രയേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഓതിയ ഖുർആനിനേക്കാൾ നമുക്ക് ഓതായിരുന്നു. ഇന്നലെ ചൊല്ലിയ ദിക്റിനേക്കാൾ നമുക്ക് ദിക്ർ ചെല്ലായിരുന്നു. ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയേക്കാൾ നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു. സഹോദരങ്ങളെ, അവസരം ഉപയോഗപ്പെടുത്തുക. അതാത് സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ ചെയ്യുക.
സമയാകട്ടെ എന്ന് കരുതിയിരിക്കുന്നവനേക്കാൾ മൂഢൻ, വിഡ്ഢി വേറെ ആരുമില്ല. ഇപ്പോഴുള്ള ഈ പ്രസന്റ് ഉണ്ടല്ലോ, അതാണ് സഹോദരങ്ങൾ ഉപയോഗപ്പെടുത്തുക. പ്രാർത്ഥിക്കാൻ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന നമ്മളെ ചെന്നൈയിലെ പരേതനായ കെ അഹമ്മദ് ഹാജിയുടെ ഭാര്യ, നമ്മുടെ ഖുർആൻ പഠിതാക്കളായ ഹാഷിം അഷ്റഫ്, പരേതനായ അബ്ദുൾ റസാഖ്, അതുപോലെ തന്നെ നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇസ്മായിൽ സാഹിബ്, അവരുടെ ഭാര്യാമാതാവുമായ ആയിഷ, ഇന്നലെ ആദ്യത്തെ ദിവസം നോമ്പ്, ഒന്നാമത്തെ നോമ്പ് പൂർത്തിയായി അവർ മരണപ്പെട്ടു. ഒരു ഖബറിലാണ്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവിടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അവരെ അമലുകൾ അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ. ഹസനാത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരെ നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പെരുമണ്ണ നമ്മുടെ ഖുർആൻ പഠിതാവായ താജുദ്ദീൻ സാഹിബിന്റെ മകൻ 22 വയസ്സാണ്. ബൈക്ക് പോകുമ്പോൾ ബൈക്ക് തെറിച്ച് റോട്ടിലേക്ക് വീണ് ഒരു ലോറിയുടെ ടയറിന് ചുവട്ടിൽ പെട്ട് മരണപ്പെട്ടു. ഇന്നലെ ളുഹറിന് ശേഷമായിരുന്നു മയ്യത്ത് നമസ്കാരം, റമദാൻ 1-ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് സമയാവട്ടെ എന്ന് കരുതിയിരിക്കേണ്ട, ഉള്ള അവസരം ഉപയോഗപ്പെടുത്തുക. അടുത്തൊരു സമയം വരുമെന്നറിയില്ല. നമ്മളൊരു നിമിഷ നേരം കൂടി ആയുസ്സിന് വേണ്ടി യാചിക്കും, ചോദിക്കും. പക്ഷെ റബ്ബ് തരില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ ഇനി ബാക്കിയുള്ള ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനും തഖ്വയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഊർജ്ജസ്വലതയോടെ, ആത്മാർത്ഥതയോടെ, താല്പര്യത്തോടെ, മടിയും മനസ്സതയുമില്ലാതെ ഇനി ബാക്കിയുള്ള ദിനരാത്രങ്ങൾ സജീവമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാകും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനൻ നാർ വരിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വഇഖ്വാനിനാ അൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وزكاتنا وصدقاتنا وتمم تقصيرنا وقض حوائجنا يا قاضي الحاجات. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.